കയറ്റുമതിക്കായി ഹലാൽ സർട്ടിഫിക്കറ്റിന് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ഒമാനുമായി ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായിട്ടാണ് കയറ്റുമതി ചെയ്യുന്നവയിൽ ഹലാൽ സർട്ടിഫിക്കറ്റിന് സമ്മതം അറിയിച്ചത്. മതി എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഹലാൽ എന്നുള്ള പേരിന്റെ പേരിൽ എന്തോരം പ്രശ്നങ്ങളാണ് ഈ പറയുന്ന സംഘികോമരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയാവോ? ഹലാൽ എന്നുള്ള പേര് വെക്കാൻ പാടില്ല, അത് മുസ്ലിങ്ങൾ മാത്രം വെക്കുന്ന എന്തൊരു സംഗതിയാണ്. ഹലാൽ എന്നുള്ള പേര് വെച്ചിട്ടുള്ള ഇറച്ചി കടകളെല്ലാം മാറ്റണം. അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഉണ്ടാക്കുക. ഇവിടെ ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്ന് ഹോട്ടലും മറ്റും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹലാൽ അല്ലാത്ത ഭക്ഷണങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്ന് ഹിന്ദുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുക്കളായിട്ട് ചില ആളുകളൊക്കെ എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ സമയം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് പശുവിന്റെ ഇറച്ചിയും ബീഫും എല്ലാതും ഇറച്ചികൾ അത് പശുവാണോ പോത്താണോ എന്നുള്ളതിന്റെ സംഗതി ഒന്നൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ നിന്ന് ഇറച്ചി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആ കയറ്റുമതി ചെയ്യുന്ന ഈ ഇറച്ചി പാക്കറ്റിന്റെ പുറകില് അതിന്റെ പുറത്ത് ഹലാൽ എന്ന് ഞങ്ങൾ എഴുതിക്കൊള്ളാം, ഹലാൽ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടേ ഞങ്ങൾ അയക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ അയച്ചു കഴിഞ്ഞാലേ ആ ഇറച്ചികൾ അവിടെ സ്വീകരിക്കില്ല എന്നർത്ഥം. അതായത് നേരായ രീതിയിൽ തന്നെ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെതാണ്, ചത്തുപോയ മൃഗത്തിന്റെ ഇറച്ചിയല്ല ഇതെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ എന്നുകൂടി പറയുകയാണെങ്കിൽ മതപരമായിട്ടും മറ്റും എങ്ങനെയാണോ ഒരു മൃഗത്തെ അറുക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അതേ പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ചിട്ട് അറുക്കപ്പെട്ട മൃഗമാണ് ഇത് എന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമാണ് ഈ മുസ്ലിം കൺട്രീസുകൾ നമ്മുടെ രാജ്യം അയക്കുന്ന ഇറച്ചി എടുക്കുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു നല്ല സംഭവം കൂടി, ഒരു വാർത്ത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒപ്പം ഒന്നുകൂടി പറഞ്ഞു നോക്കെ, നിങ്ങൾ ഗോമാത എന്നുള്ള പേര് നിന്ന് കേൾക്കുക. ഗോമാത, ജയ് ശ്രീരാം, ഈ 2 വാക്കിന്റെ പേരിലാണ് ഈ പശുക്കളെയും പോത്തിനെയും കാളകളെയും ആടുമാടുകളെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ദളിതരായിട്ടുള്ള ആളുകളെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 മുദ്രാവാക്യങ്ങൾ ഒന്നാണ്, ഒന്ന് ഗോമാത, 2 ജയ് ശ്രീരാം. ഈ ഗോമാത എന്നുള്ള വാക്കിന്റെ പേരിൽ എന്തോരം ആളുകളാണ് നമ്മുടെ നാട്ടിൽ മരിച്ചു പോയിട്ടുള്ളത്. ഇനി അതൊന്നും വേണ്ട, ഈ ഗോമാത എന്നും ജയ് ശ്രീരാം എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്തെയാണ് ഓർമ്മ വരിക? ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗോമാത എന്നതിന്റെ പേരിൽ, ജയ് ശ്രീരാം എന്നതിന്റെ പേരിൽ ദളിതരും മുസ്ലിങ്ങളും അടിച്ചു തീർക്കപ്പെടുന്നത്, മരണപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് അതിന്റെ പേരിൽ ആ ഒരു നാട്ടിലാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞേ. എന്നാൽ അതേ നാട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോമാംസമാവട്ടെ ബീഫാവട്ടെ കയറ്റുമതി ചെയ്യപ്പെടുന്നതും അതേ നാട്ടിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. അവസാനം അവിടെയുള്ള മുസ്ലിങ്ങളും ദളിതരൊക്കെ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇതിന്റെ തല്ല് കൊള്ളാൻ വയ്യ. ഇനി അതിന്റെ ഭാഗമായിട്ട് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തുവാണ്, ഈ പശുവിനെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു നാഷണൽ ആനിമലായിട്ട് ഒന്ന് മാറ്റിത്തരൂ, ഇന്ത്യയുടെ മൊത്തം മാതാവ് എന്ന രീതിയിൽ ആ ഒരു മൃഗത്തെ ഒന്ന് മാറ്റിത്തരുന്നിട്ട് അവർ സമരം ചെയ്യാൻ തുടങ്ങി. ഇപ്പോ യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസംഗം വന്നിട്ടുണ്ട്, അത് ഇങ്ങനെയാണ്. तमाम मौलवी और मौलाना इस समय एक बयान दे रहे हैं, कह रहे हैं गाय को राष्ट्रीय पशु घोषित करो. अबे हमने कहा कि गौ हमारी माता है, जन्म जन्मांतर का नाता है. എന്താണ് യോഗി ആദിത്യനാഥ് പറയുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ പറയുന്നു ഇവിടുത്തെ പശുവിനെ നാഷണൽ ആനിമൽ ആയിട്ട് പറയാൻ. അതൊന്നും വേണ്ട, അതൊക്കെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയെ അമ്മയാണെന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അമ്മ തന്നെയാണ്, നമ്മുടെ നാഷണൽ ആനിമൽ തന്നെയാണ്, പ്രഖ്യാപിക്കലൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് അതിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ, അതിന്റെ പേരിലുള്ള ഈ മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലൽ നിർത്താൻ പോകുന്നില്ല എന്നർത്ഥം. നോക്കൂ, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയാണ് ഒരു വിഭാഗം ജനതയ്ക്കെതിരെ ഇങ്ങനെ പച്ചയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അത് റിജക്ട്സ് എ ഡിമാൻഡ് ടു ഡിക്ലെയർ ഹൗ നാഷണൽ ആനിമൽ, പറയുന്നത് ഇറ്റ് ഈസ് അവർ മദർ, നോ ഡിക്ലറേഷൻ നീഡഡ്. അതിനൊരു ഡിക്ലറേഷൻ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്.
ഇത് ഞങ്ങളുടെ അമ്മയാണ്, ഇതിന് ഡിക്ലറേഷൻ ആവശ്യമില്ല. ഇത് പറയുമ്പോൾ അവിടെയുള്ള മൊയന്തുകൾ കൈയടിക്കുന്ന ദൃശ്യമാണ്. क्या मां और पुत्र के बीच में कुछ घोषित करने की आवश्यकता पड़ती है क्या किसी पुत्र को बताने की आवश्यकता पड़ती है कि तुम्हारी मां है, इसका सम्मान करो? ये हमारे संस्कार है. സംസ്കാര ഹേ, ഇന്ത്യയുടെ സംസ്കാര ഹേ. എന്താണ് സംസ്കാര ഹേ? ദളിതരായും അതുപോലെ തന്നെ മുസ്ലിങ്ങളായിട്ട് ജനിക്കുകയും വളരുകയും ചെയ്യുന്ന ആളുകളെ തല്ലിക്കൊല്ലലാണോ സംസ്കാര ഹേ? ഇതാണ് സംസ്കാര ഹേ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ല, ഇതെന്ത് തരം സംസ്കാര ഹേ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവിടെ അതിഭീകരമായ രീതിയിൽ എൻ്റെ പൊന്നു യോഗിജി ഇവർ പറയുന്നത് അത് അമ്മയാണെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പശു അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരി, നിങ്ങളുടെ അമ്മയെ ഒന്ന് പിടിച്ചിട്ട് എന്താക്കൂ, നാഷണൽ ആനിമലാക്കൂ. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ തല്ലുകൊള്ളാൻ വയ്യ, എന്നാ ഭാഗത്തേക്ക് തിരിയാൻ വയ്യ. എന്തായാലും അവിടുത്തെയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്, ഈ പ്രസംഗത്തിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നത്, നമ്മൾ ഇനി പശു എന്ന് പറയുന്ന മൃഗത്തെ വളർത്തണ്ട. എന്തുകൊണ്ട് അങ്ങ് തീരുമാനിക്കുന്നു? ഒരു ദൃശ്യം കണ്ടോക്കൂ. ബീഹാറിലൊരു മുസ്ലിം യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തിന്റെ പേരിൽ? പശു. 25 വയസ്സുള്ള പാവത്തിന്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളും ദളിതരൊക്കെ എന്ത് ചെയ്യണം? അവർ തീരുമാനിക്കുകയാണ്, ഇനി പശു എന്നുള്ള പറയുന്ന മൃഗം തങ്ങളുടെ ജീവിതത്തിലില്ല, നിർത്തുകയാണ് എന്ന് അവർ തീരുമാനിക്കുന്നു. ഇനി പശു മാത്രമാണ് സുഹൃത്തുക്കൾ ഇവർക്ക് പ്രശ്നം. മുറ്റത്തെങ്ങാണ്ടും ഒരു തുളസിത്തറ ഉണ്ടെങ്കിൽ അതടക്കം അവർക്ക് പ്രശ്ന. ഇന്ത്യയില് ഒരിടത്ത് ഈ സംഘിക്കോമരങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് മുറ്റത്തുള്ള തുളസിത്തറ കണ്ടിട്ട്, അവിടെയുള്ള വിളക്ക് വെക്കുന്ന സംഗതി കണ്ടിട്ട്, എന്താ തുളസിത്തറ നേരം പോലെ നോക്കാത്തത്, എന്താ അവിടെ വിളക്ക് വെക്കാത്തത്, എന്താ തുളസിക്ക് വെള്ളം ഒഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടുകാരുടെ തട്ടിക്കയറുന്ന കണ്ടോ? ഇവന്മാർക്കൊക്കെ എന്ത് അധികാരമാണ് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കയറിയിട്ട് നമ്മുടെ വീട്ടിലത്തെ ഏതെങ്കിലും ചെടി വളരുന്നുണ്ടോ വളരുന്നില്ല എന്ന് നോക്കേണ്ട എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? ഇതാണ് ഇവര് അപകടകരമാണ് എന്ന് പറയുന്നത്. ഏത് നിമിഷവും നമ്മുടെ വീട്ടിലേക്ക് ഇവന്മാരെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വന്ന് കയറും. ഹിന്ദുക്കളുടെ വീട്ടിലേക്കാണ് കയറുക, മുസ്ലിങ്ങളുടെ വീട്ടിലേക്കല്ല. ആദ്യം ഹിന്ദുക്കളാണ് ആദ്യം അനുഭവിക്കുക. എന്നിട്ട് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കൂ, കണ്ടോക്ക്, അപ്പോഴെങ്ങൾക്ക് മനസ്സിലാവും. അപരിചിതരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, മതം പൊട്ടിയ ഒരു കൂട്ടം ആളുകൾ ഈ പശ്ചിമ ബംഗാളില് ഒരു വീട്ടിലേക്ക് കണ്ട് കയറി ചെന്നിട്ട് അവരനുമതിയില്ലാതെ അവരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്നിട്ട് പറയുകയാണ്, ആ തുളസി തറയിൽ വെള്ളം ഒഴിക്കാതെ അത് ഉണങ്ങിപ്പോയി ആ തുളസി എന്ന്. സ്വന്തം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അജ്ഞാതരായിട്ടുള്ള കുറെ ആളുകളാൽ ആക്രമിക്കപ്പെടുന്നു, ഭീഷണിപ്പെടുത്തപ്പെടുന്നു. ആ ഒരു പാവം സ്ത്രീ നിസ്സഹായരായിട്ട് അവർ നിൽക്കുന്നു. ഇത് എപ്പോ, എങ്ങനെ? എന്റെ വീട്ടിലത്തെ തുളസി ഉണങ്ങിപ്പോയാൽ നിങ്ങൾക്ക് എന്താണോ എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം പോലും ആ ഒരു പാവം സ്ത്രീക്ക് വന്നില്ല. വീട്ടിൽ ഇടച്ചു കയറുന്നു, അവിടുത്തെ പൂജാമുറി പരിശോധിക്കുന്നു, അവിടെ പൊടി പിടിച്ച് വല്ല വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ആ സ്ത്രീയോട് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നതെന്ന് ആ സ്ത്രീ ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാ എന്നോട് തർക്കിക്കുന്നത്? എന്റെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാന്ന് അവർ ചോദിക്കുന്നുണ്ട്. തുളസിത്തറയില് ഞാൻ വെച്ചിട്ടില്ല, ദൈവത്തിന്റെ ഒരു ചിത്രം പോലും എന്റെ വീട്ടിലില്ല, അതൊന്നും നിങ്ങളുടെ വിഷയമല്ല. എന്റെ വീട്ടിൽ ദൈവങ്ങളുടെ ചിത്രം വെക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണ്, എന്റെ പേഴ്സണൽ ഇഷ്ടമാണ്, അത് നിങ്ങൾ ഇടപെടണ്ട എന്ന് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം അതുകൂടി കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്നാ ചോദിക്കും. ദൈവങ്ങളെ ചിത്രമില്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ക്രിസ്ത്യാനിയാണോ? എങ്ങനെയുണ്ട്?
സത്യം പറയൂ എന്നാണ് ആ കേറി വന്ന ആളുകളൊക്കെ ചോദിച്ചു പോകുന്നത്. അവസാനം പോലീസിനെ വിളിക്കുന്നു പറയുന്നു. രക്ഷയില്ലാതെ അവസാനം സ്ത്രീ പറഞ്ഞു, ഇന്നാ ശരി, എന്നാ പോലീസിനെ വിളിക്കുക, ഇനി അതാവാം, അങ്ങനെ ആവാം. എന്റെ സുഹൃത്തുക്കൾ, നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോണേ? ഈ മതം, അപരമത വിദ്വേഷം, അതിങ്ങനെ മുട്ടിനിങ്ങനെ ഇതിങ്ങനെ വളർന്നു വന്നിട്ട് ഓരോ വീട്ടിലും വന്നിട്ട് എന്താ പറയാ, ഇത്തരത്തിൽ ആക്രമണമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടു നോക്കൂ. ഠാക്കൂർ ജാതി ചോദിക്കാണ് നായിക്കൾ. আমি বলছি আপনার সবারই বাড়িতে তো একটা ঠাকুর ঘর থাকে, আপনার কোথায়? আমার ওই যে মাটির ঘরে আছে। কোথায় দেখাবেন? ഇത്തരം അപകടങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം അപകടങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത്തരം ആളുകളെ ജയിപ്പിക്കരുത് എന്ന്. എന്തായാലും തിരുവനന്തപുരത്ത് ജയിപ്പിച്ചപ്പോ തിരുവനന്തപുരത്ത് അവർ കുടുങ്ങി പണ്ടാടി കിടക്കുക. ഇവന്മാർക്കൊന്നും പുറമെ ഇതിന് ബളബള വർഗീയ വർത്തമാനം പറയാൻ മാത്രമേ ഇവർക്ക് കഴിയുള്ളൂ. ഒരു ഭരണം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. തിരുവനന്തപുരത്തേക്ക് ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടേ കുത്തിയതാ. ഇപ്പൊ എന്തായി? നല്ല മാറ്റാ. ആ ഓടയിലൊക്കെ ചെളി മുഴുവൻ റോട്ടില, കക്കൂസ് മാലിന്യം മുഴുവൻ റോട്ടില. എങ്ങനെയുണ്ട്? അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കരുതേ എന്നുള്ള വിനീതമായ അപേക്ഷയോടെ നിങ്ങളോട് പറയുന്നു. കഴിയുമെങ്കിൽ ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.